റെയ്ഡിന് മുൻപ് CCTV ഓഫാക്കി. മയക്കുമരുന്ന് വെച്ചത് എക്സൈസ്. എന്റെ പേരിൽ കേസെടുക്കാതെ ചാനലുകളിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. ലഹരി കേസിൽ അറസ്റ്റിലായ റഫീന പറയുന്ന കാര്യങ്ങളാണിത്. കണ്ണൂർ പറശ്ശിനിക്കടവിൽ ലോഡ്ജിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചെന്ന കേസിൽ എക്സൈസിനെതിരെ പിടിയിലായ യുവതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നുണ്ട്. CCTV ഓഫ് ചെയ്തതും എക്സൈസ് തന്നെയാണ്. മുറിയിൽ ലഹരി കൊണ്ടുവച്ചതും അവര് തന്നെ. കൈക്കൂലി വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ തന്നെ പിടിച്ചതെന്നും സമൂഹത്തിൽ മോശക്കാരിയാക്കുകയെന്നാണ് അവരുടെ ലക്ഷ്യമെന്നും കേസെടുക്കാതെ വ്യാജ ആരോപണം ഉന്നയിക്കുകയാണെന്നും റഫീന ആരോപിക്കുന്നു. എന്നാൽ റഫീനയുടെ വാദം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എക്സൈസ്. റഫീന ലഹരി ഉപയോഗിച്ചിരുന്നുവെന്നും കേസെടുത്തിട്ടുണ്ടെന്നും കുറഞ്ഞ അളവ് മാത്രമായതുകൊണ്ടാണ് റിമാൻഡ് ചെയ്യാതെ ജാമ്യത്തിൽ വിട്ടതെന്നും എക്സൈസ് വിശദീകരിച്ചു. ഇന്നലെയാണ് റഫീന അടക്കം 4 പേരെ MDMAയുമായി പിടികൂടിയത്. മട്ടന്നൂർ സ്വദേശി ഷംനാദ്, വളപട്ടണം സ്വദേശി ജംഷീൽ, കണ്ണൂർ സ്വദേശി ജസീന എന്നിവരെയാണ് റഫീനക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇവരുടെ പക്കൽ നിന്ന് 490 മില്ലിഗ്രാം MDMAയും ഇതുപയോഗിക്കാനുള്ള ട്യൂബുകളും ലാമ്പുകളും പിടികൂടിയിരുന്നു. പെരുന്നാൾ ദിവസം സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട് വിട്ട യുവതികൾ പല സ്ഥലങ്ങളിൽ മുറിയെടുത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചു വരികയായിരുന്നു. റഫീന പറഞ്ഞ കാര്യങ്ങൾ ഇവയൊക്കെയാണ്. എന്റെ പേരിൽ കേസെടുക്കാതെ ചാനലുകളിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. കൈക്കൂലി വാങ്ങുന്നവർക്ക് സർക്കാർ എന്തിനാണ് ജോലി കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ല. കുറെ പേർ കമന്റ് ഇട്ടിട്ടുണ്ട് ഞാൻ ജയിലിലാണെന്നൊക്കെ. ഞാൻ എന്റെ വീട്ടിൽ തന്നെയാണുള്ളത്. എന്നെ പോലീസുകാർ പിടിച്ചിട്ടില്ല. ആ ഫോട്ടോ എടുത്തത് അവർ കരുതിക്കൂട്ടിയെടുത്തതാണ്. ഒറ്റിക്കൊടുത്തിട്ടാണ് വന്നത്. വീഡിയോയും ഫോട്ടോയും വന്നെന്ന് കരുതി എനിക്ക് ആരെയും അഭിമുഖീകരിക്കാൻ ഒരു പേടിയുമില്ല. കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ പേടിക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. എന്റെ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ ആ വീഡിയോ കണ്ടു. എല്ലാവരും ഷെയർ ചെയ്യുന്നുമുണ്ട്. എന്നെ MDMAയുമായി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 14 ദിവസം റിമാൻഡ് ചെയ്തില്ല? എനിക്കെതിരെ കേസെടുത്തില്ല. കേസെടുക്കാതെ എന്നെ നാറ്റിക്കാനാണ് ഇവരുടെ പ്ലാൻ. ഇതിന്റെ സത്യം അറിയും വരെ ഞാൻ ഇതിന്റെ പിറകിൽ തന്നെ നടക്കും. എന്തു തന്നെ വന്നാലും എക്സൈസുകാരല്ല, ആര് തന്നെയാണ് ഇതിന്റെ പിന്നിലെങ്കിലും ഞാൻ ഇതിന്റെ പിറകിൽ തന്നെ ഉണ്ടാവും. ലോഡ്ജ് എന്നാണ് ഇവർ പറയുന്നത്. ധർമ്മശാലയിലുള്ള പൊളാരിഷ് എന്ന് പറഞ്ഞ റൂമാണത്. ആ റൂമിന്റെ പേര് പോലും പറയാൻ ഇവർക്ക് പേടിയാണ്. ആ റൂമിൽ എക്സൈസുകാർ വരുന്ന സമയത്ത് CCTV മുഴുവൻ ഓഫായി. എന്തിനാണ് അത് ഓഫാക്കിയത്? എക്സൈസുകാർ വന്ന് അവര് തന്നെ ഒരു സാധനം വെച്ച് അവര് തന്നെ എടുത്തിട്ട് ഈ സാധനം കിട്ടി എന്ന് പറയുകയായിരുന്നു. എന്നെ ജയിലിൽ കൊണ്ടുപോയാൽ അവരുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട്. അതുകൊണ്ടാണ് അവർ എന്നെ ഒന്നും ചെയ്യാത്തത്. ഇവർ പരമാവധി എന്നെ നാറ്റിക്കുകയാണ്. എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമേ ഇല്ല. എൻ്റെ കമന്റിൽ വന്ന് ഇനി ആരും ജയിലിലാണോ അതോ വേറെ എവിടെയെങ്കിലാണോ എന്ന് ചോദിക്കരുത്. ഇതാണ് റഫീന പറഞ്ഞിരുന്നത്.